ഇന്ന് നമ്മൾ പുതിയ ഒരു പേപ്പറാണ് ഇന്ന് തൊട്ട് തുടങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യൻ എക്കോണമി 1, ഇപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ത്യൻ എക്കോണമി 2. ആ ഇന്ത്യൻ എക്കോണമി 1-ൽ നമ്മൾ ഇന്ത്യയുടെ പ്രധാനമായിട്ടുള്ള സ്ട്രക്ചറൽ കോൺട്രിബ്യൂഷനും ഇന്ത്യൻ എക്കോണമിയിൽ ഏതെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, അതിനുശേഷം നമ്മൾ ഓരോ മേഖലയുടെയും വളർച്ച, അഗ്രികൾച്ചർ സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ, എത്ര ശതമാനം ആളുകളുണ്ട്, പിന്നെ പോപ്പുലേഷൻ, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, ഇതെല്ലാം നമ്മൾ സാധാരണ നമ്മളുടെ ഒരു രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. ഇനി നമ്മൾ അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് വരാൻ പോകുന്നത് കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു ആപ്ലിക്കേഷനാണ് ഈ പേപ്പറിൽ നമ്മൾ വരുന്നത്. അതിൽ ആദ്യത്തെ ഒരു യൂണിറ്റാണ് മോണിറ്ററി പോളിസി. നിങ്ങൾക്കറിയാം, ഈ ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി പോളിസിയാണ് അവർ ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കാരണം ഒരു രാജ്യത്തിന് ചില പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ആ സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത, സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഈക്വിറ്റി അല്ലെങ്കിൽ സമത്വം, ഇതെല്ലാം പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു രാജ്യത്തിലെ മോണിറ്ററി പോളിസി അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ആരാണ് ഈ മോണിറ്ററി പോളിസിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ അവർ RBI, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി പിന്നെ അനൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർ പ്രധാനമായിട്ട് 3 ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് അവർ ലക്ഷ്യങ്ങളാണ് എടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. ഒന്ന്, ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള മണി സപ്ലൈ അത് കൂടുതലാകരുത്, കുറവാകരുത്. കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെരുപ്പം വരും, നാണയ പെരുപ്പം ഉണ്ടാവും. കുറവായിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണയ ചുരുക്കം ഉണ്ടാവും, ഡിഫ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ ensure the money supply required for the economy to expand. നമ്മൾ ഒരു സ്റ്റാറ്റിക് ഇക്കോണമി അല്ല, നമ്മൾ ഡൈനാമിക് ഇക്കോണമിയാണ്. അപ്പോൾ a dynamic economy means it always changes. It is not stagnant. It always changes. അപ്പോൾ ആ ചേഞ്ചസിന് ആവശ്യമായിട്ടുള്ള പണം ലഭ്യമാക്കുക. Then increased output and stabilize prices. പിന്നെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുക, ഉൽപാദനം വർദ്ധിപ്പിക്കുക. ആ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന കാലത്തോളം നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ വില നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെബിലൈസ് ചെയ്യണം. സ്റ്റെബിലൈസ് ദ പ്രൈസസ്. ദെൻ മെയിൻറ്റെയിൻ ദ റുപ്പി വാല്യൂ. ഡെപ്രിസിയേഷനും അതുപോലെ തന്നെ അപ്രിസിയേഷനും ഉണ്ട്. ഡെപ്രിസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അപ്രീസിയേറ്റ്. റുപ്പി വേണമെങ്കിൽ ഡെപ്രിഷിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ മെയിൻറ്റെയിൻ ദ റുപ്പി വാല്യൂ ഫ്രം എക്സസീവ് അപ്രീസിയേഷൻ ഓർ ഡെപ്രിസിയേഷൻ ഓഫ് ദ സെയിം. ദാറ്റ് ഈസ് അതിന് വേറൊരു വാക്ക് പറഞ്ഞത് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം by performing all these objectives, it helps in raising the level of. ഇതെല്ലാം RBI, നമ്മുടെ സെൻട്രൽ ബാങ്ക് ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തത്തിലുള്ള ഡിമാൻഡ് ഗണ്യമായിട്ട് വർദ്ധിക്കും. ത്രൂ ഓപ്റ്റിമം ലെവൽസ് ഓഫ് കൺസംഷൻ വർദ്ധിക്കും, ഡിമാൻഡ് വർദ്ധിക്കും, കൺസംഷൻ വർദ്ധിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഒപ്റ്റിമം, പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കുക, കൺസംഷൻ വർദ്ധിക്കുക, ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയും അതനുസരിച്ച് വി വിൽ ബി ഏബിൾ ടു എൻഹാൻസ് ഇക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഇനി നമ്മൾ സോഴ്സസ് ഓഫ് മണി സപ്ലൈ, ഇത് നമ്മൾ രണ്ടാമത്തെ നമ്മുടെ പിന്നെ മോഡ്യൂൾ എടുത്തപ്പോൾ, അതായത് പിന്നെ BC 132 എടുത്തപ്പോൾ മാക്രോ ഇക്കണോമിക്സിലേക്ക് നമ്മൾ 133 ആൻഡ് 134 എടുത്തപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് മണി സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇനി അത് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് കുറച്ചും കൂടെ സ്പീഡിൽ പറഞ്ഞു പോകും. കാരണം the central bank usually classify the aggregate money supply on the basis of liquidity. എന്താണ് liquidity means? Liquidity means cash. ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് മീൻസ് എത്രയും വേഗം പണമാക്കാനായിട്ടുള്ള അസറ്റുകളെ നമ്മൾ they have got the highest liquidity.
അപ്പോൾ ലിക്വിഡിറ്റി മീൻസ് പിന്നെ ഒരു വെള്ളമാണ്, ലിക്വിഡ് മീൻസ് വെള്ളമാണ്. അപ്പോൾ ഈ ലിക്വിഡ് നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നതോ ആ പാത്രത്തിന്റെ ഷേപ്പ് വരും. അപ്പൊ അതേപോലെ മീൻസ് നമ്മുടെ ഒരു മനുഷ്യന്റെ കൈവശം കീപ്പ് ചെയ്യാൻ പറ്റാവുന്ന പലതരത്തിലുള്ള ആസ്തികളുണ്ട്. അതിൽ ഏറ്റവും ആസ്തിയുള്ളതിനെ നമ്മൾ പറഞ്ഞത് ഹയസ്റ്റ് ലിക്വിഡിറ്റി, അഗ്രിഗേറ്റ് മണി സപ്ലൈ ഓൺ ദ ബേസിസ് ഓഫ് അഗ്രിഗേറ്റ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി മീൻസ് നത്തിങ്, എന്താണ്, ഹൗ ക്വിക്ക്ലി ആൻ അസറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ മണി വിത്തൗട്ട് എനി ക്യാപിറ്റൽ ലോസ്. ഒന്നും നഷ്ടപ്പെടാതെ എത്രയും വേഗം നമ്മളുടെ പണമായിട്ട് നമുക്ക്, കാരണം മണി ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മണി ഈസ് കൺസിഡർഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പോൾ കുറെ ഇഷ്ടം പോലെ ഡെവലപ്മെന്റ്സ് ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. നൗ യു നീഡ് നോട്ട് ക്യാരി മണി. ഇപ്പൊ നിങ്ങൾ പണം തന്നെ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ യു നീഡ് നോട്ട് ക്യാരി എനി മണി. ഇപ്പൊ ചില സ്ഥലത്ത് ഇത് എടുത്തില്ല എങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേ ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ് വേണമെങ്കിൽ സ്വൈപ്പ് ചെയ്യാം. ഇനിയും ഇതേപോലെ തന്നെ കുറെ ഡെവലപ്മെന്റ്സ് ഈ മേഖലയിൽ വന്നിട്ടുണ്ട്, വേർ യു നീഡ് നോട്ട് ക്യാരി എനി ക്യാഷ് അറ്റ് ഓൾ. അപ്പോൾ നമ്മൾ RBI പ്രധാനമായിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ലിക്വിഡിറ്റി, മണി സപ്ലൈ ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു 4 കാറ്റഗറീസ്. ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതായത് എത്രയും വേഗം ആക്കാനായിട്ടുള്ള സാധ്യത അനുസരിച്ച് മണി സപ്ലൈനെ നമ്മൾ പ്രധാനമായിട്ട് 4ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് M1, രണ്ടാമത് M2, M3 ആൻഡ് M4. എന്താണ് M1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇറ്റ് റിഫേഴ്സ് ടു ദ കറൻസി, നമ്മുടെ കൈവശമുള്ള കാശ് ഇൻക്ലൂഡിങ് കോയിൻസ് ആൻഡ് പേപ്പർ നോട്ട്സ്. അതാണ് ഒന്ന്, വിച്ച് ഈസ് ഹെൽഡ് ബൈ ദ പബ്ലിക്. DD ഈസ് ദ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. Demand deposits means it's not fixed deposit. You go to a bank or you go to an institution where you have deposited your money, you can demand your money back. That is known as demand deposits. And the third one is demand deposits with the commercial banks and OD. That is the other deposits that are with the RBI, deposits with the RBI by financial institutions. നമുക്കറിയാം, നമ്മളും RBI ആയിട്ട് നമ്മൾ തമ്മിൽ ആയിട്ട് ഡയറക്റ്റ് ഇതില്ല. നമ്മളുടെ പിന്നെ ബാങ്ക്സ് ആണ് നമ്മളുടെ ആവശ്യങ്ങളും നിറവേറ്റുന്നത് ബാങ്ക്സ് ആണ്. അപ്പൊ ബാങ്ക്സ് ആണ്, ബാങ്ക്സിന്റെ ക്ലയൻസ് ആണ് നമ്മൾ. നേരെ മറിച്ച് RBIയുടെ ക്ലയൻസ് ആണ് കമേഴ്ഷ്യൽ ബാങ്കുകൾ. കമേഴ്ഷ്യൽ ബാങ്കിന്റെ ക്ലയൻസ് ആണ് നമ്മൾ. നമ്മൾക്ക് RBI ആയിട്ട് നേരിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ RBIയുടെ കൈവശം അഥവാ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ that deposits are actually held by the IDBI, financial institutions like IDBI, അല്ലെങ്കിൽ ഫോറിൻ സെൻട്രൽ ബാങ്ക്സ് ഉണ്ട്, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IMF, WB, വെസ്റ്റ് ബംഗാൾ അല്ല, ഇറ്റ് ഈസ് വേൾഡ് ബാങ്ക്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് ആസ് പെർ ദ നാരോ കൺസെപ്റ്റ്. അപ്പൊ ഇതിനെ പറഞ്ഞത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ നാരോ മണി, in contrast to M4, which is a broader concept. So M1 is considered as the monetary base of an economy. ഒരു രാജ്യത്തിൽ എന്തുമാത്രം പണമുണ്ട്, ഉപയോഗിക്കാൻ പറ്റാവുന്ന പണമുണ്ട്, അതാണ് മോണിറ്ററി ബേസ് ഓഫ് ദി ഇക്കോണമി എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ M2 പറയും. M2 എന്ന് പറയുമ്പോൾ ഇത് വേഗം പറഞ്ഞു പോകാം. M1 നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ M1 പറഞ്ഞിരിക്കുന്നത്, അത് കൂടാതെ പ്ലസ് സേവിംഗ് ഡെപ്പോസിറ്റ്സ് ഇൻ പോസ്റ്റ് ഓഫീസസ്, ദാറ്റ് ബിക്കംസ് M2. ഇനി M3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, M3 and M4 are based on still broader concepts and are respectively defined. എന്താണ് M3? M1 വെക്കുക പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ്. ടൈം ഡെപ്പോസിറ്റ്സ് മീൻസ് fixed deposits. That means a deposit which can be withdrawn only after the stipulated time that is given in the paper. ഒരു വർഷത്തേക്ക് ഒരു വർഷം, അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. പക്ഷെ പ്രീ മച്യൂർ ആയിട്ട് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ the bank will have to the bank will penalize us. അതായിരിക്കും കുറച്ചുകൂടെ നല്ല വാക്ക്. കാരണം ബാങ്ക് നമുക്ക് തരാനായിട്ടുള്ള ഇൻട്രസ്റ്റിൽ നിന്ന് കുറെ ഇൻട്രസ്റ്റ് പിടിച്ചിട്ട് നമുക്ക് ബാക്കി തരുള്ളൂ. കാരണം there is a breach of contract. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് 5 വർഷത്തേക്ക് പണം നിങ്ങളുടെ ബാങ്കിൽ ഇട്ടേക്കാം. ആ ഒരു കോൺട്രാക്ട് നമ്മൾ ചെയ്തിരിക്കുന്ന മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അത് പിന്നെ പാലിക്കാതെ വരുമ്പോൾ
ബാങ്കിന് കുറച്ച് പൈസ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് നിന്ന് കട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾക്കത് ബാക്കിയുള്ള പൈസ നമുക്ക് തരുള്ളൂ. അപ്പോൾ M3 ഈസ് M1 പ്ലസ് ടൈം ഡെപ്പോസിറ്റ്സ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്. ദെൻ M4 ഈസ് ഓൾസോ M3. അപ്പൊ M3യിൽ M1ഉം M2യും പെട്ടിട്ടുണ്ട്, M3യും പെട്ടിട്ടുണ്ട്. അപ്പൊ M4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M3 പ്ലസ് സേവിങ്സ് വിത്ത് പോസ്റ്റ് ഓഫീസ് എക്സ്ക്ലൂഡിംഗ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സ്. ഇനി അടുത്തതാണ് റിസർവ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വാട്ട് ഈസ് റിസർവ് മണി? The second most important source of money supply is known as the reserve money അല്ലെങ്കിൽ ക്രെഡിറ്റ് മണി. അതായത് ബാങ്കുകൾ സൃഷ്ടിക്കുന്ന വായ്പ, അതിനെ പറഞ്ഞ വായ്പ മണി എന്ന് പറയുന്നത്. യു ഗോ ടു എ ബാങ്ക്, ഇതൊക്കെ എന്ന് പറയുന്നത് വലിയ ചാപ്റ്റേഴ്സ് ആണ്, മനസ്സിലായി? അവർ അതിന്റെ ജസ്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് മാത്രമേ തന്നിട്ടുണ്ടെങ്കിൽ those who don't know about this banking, the operation of the banks, you will find it very difficult. but ശ്രദ്ധിച്ചിരുന്നാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്ന്, ക്രെഡിറ്റ് മണി മീൻസ് ബാങ്കുകളുടെ അടുത്ത് നമ്മൾ ആരെങ്കിലും ഒരു ലോണിന് ചെന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് നമ്മളുടെ അടുത്ത് ആവശ്യത്തിനുള്ള കൊളാറ്ററൽ സെക്യൂരിറ്റി. കൊളാറ്ററൽ സെക്യൂരിറ്റി മീൻസ് അതൊരു ബാങ്കിങ് വേർഡ് ആണ്. കൊളാറ്ററൽ സെക്യൂരിറ്റി മീൻസ് നമ്മൾ ഈട് കൊടുക്കണം. അപ്പൊ ഈട് നമ്മൾ കൊടുക്കാൻ വില്ലിംഗ് ആണ്. ബാങ്ക് നമ്മളുടെ ക്രെഡിബിലിറ്റി, വിശ്വസ്തത, അത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഹൗ യു ആർ ഗോയിങ് ടു റീപേ ഇറ്റ്, ബാങ്ക് ചോദിക്കും ഹൗ യു ആർ ഗോയിങ് ടു റീപേ ഇറ്റ്. അപ്പൊ നമ്മുടെ ക്രെഡിബിലിറ്റി നോക്കും, നമുക്ക് ആവശ്യമായിട്ട് നമ്മൾക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുമോ നോക്കും. ഇതെല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ നമുക്ക് ലോൺ തരും. ലോൺ എങ്ങനെയാണ് തരുന്നത്? പണമായിട്ടല്ല അപ്പം തരുന്നത്. നമ്മളുടെ അടുത്ത് ഒരു അക്കൗണ്ടോ ജോയിൻ ചെയ്യാൻ പറയും. ആ അക്കൗണ്ടിലേക്ക് ബാങ്ക് ഇത്രയും പണം അങ്ങാട് ട്രാൻസ്ഫർ ചെയ്യും, ഫ്രം വിച്ച് യു ക്യാൻ ടേക്ക് ഇമ്മീഡിയറ്റ്ലി. ഒന്നില്ലെങ്കിൽ മൊത്തമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ പാർട്ടായിട്ട് നമുക്ക് ചെക്ക് മുഖേനയോ ഡ്രാഫ്റ്റ് മുഖേനയോ നമുക്ക് വേണമെങ്കിൽ അതർ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് മുഖേനയോ നമുക്ക് വേണമെങ്കിൽ പണം പിൻവലിക്കുകയും ചെയ്യാം. അതാണ് ഇപ്പോൾ സെക്കൻഡ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായ്പ. ബാങ്ക് സൃഷ്ടിക്കുന്ന വായ്പ. ബാങ്ക് പിന്നെ ക്രിയേറ്റ്സ് ലോൺസ് അല്ലെങ്കിൽ ക്രിയേറ്റ്സ് മണി by opening an account in the account of the customer. അപ്പോൾ വായ്പ സൃഷ്ടി എന്നാണ് പറഞ്ഞത്. മണി ക്രിയേഷൻ ബൈ ദ ബാങ്ക് ഈസ് നോൺ ആസ് വായ്പ സൃഷ്ടി. അതിനാ പറഞ്ഞത് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇറ്റ് ഈസ് ദ ലോൺ എക്സ്റ്റെൻഡഡ് ബൈ ദ ബാങ്ക്സ് ടു ദ പബ്ലിക് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ സർട്ടൻ ഫാക്ടേഴ്സ്. ഒന്ന് എന്തൊക്കെയാണ്? ഇനി ലോൺ കൊടുക്കുമ്പോൾ ബാങ്കുകൾ മനസ്സിൽ വെക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ക്യാഷ് റിസർവ് റേഷ്യോ. വാട്ട് ഈസ് ദ ക്യാഷ് റിസർവ് റേഷ്യോ? എല്ലാ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ്, ശ്രദ്ധിച്ചിരിക്കണം, ഇതൊന്നും നിങ്ങളുടെ ബുക്കിനകത്തില്ല, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ എല്ലാ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം അവര് യഥാർത്ഥത്തിൽ മാറ്റിവെക്കണം. റിസർവ് ആയിട്ട് ബാങ്കിൽ മാറ്റിവെക്കണം. RBIയിൽ മാറ്റിവെക്കണം റിസർവ് ആയിട്ട്, ആസ് എ മെഷർ ഓഫ് സെക്യൂരിറ്റി. കാരണം ലോൺ എടുക്കുന്ന ആള് തിരിച്ചടച്ചില്ല എങ്കിലും, അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്ന ആൾക്ക് നമ്മൾ ഈ പണം കൊടുക്കുമ്പോൾ അയാൾ പണം തിരിച്ചടക്കുക എന്നുള്ളത് വേണം. കാരണം ബാങ്ക് ഈസ് നോട്ട് ഡീലിംഗ് ഇറ്റ് ഇൻ ഇറ്റ്സ് ഓൺ മണി. ബാങ്ക് പബ്ലിക്കിന്റെ പണത്തിലാണ് ബാങ്ക് ഇട്ട് കളിക്കുന്നത്. ബാങ്കിന്റെ ആയിട്ടുള്ള പണമില്ല. ബാങ്ക് നമ്മുടെ അടുത്ത് ഡെപ്പോസിറ്റ് മേടിക്കും, അത് ആവശ്യമുള്ള ആളുകൾക്ക് അത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസസിന് വേണ്ടിയിട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് കൊടുക്കുകയും ചെയ്യും. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡെപ്പോസിറ്റ് കിട്ടുമ്പോഴും RBI പറയും ദിസ് ഈസ് ദ ക്യാഷ് റിസർവ് റേഷ്യോ. ഈ ഇത്രയും പണം നിങ്ങൾ സെൻട്രൽ ബാങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കണം. Then cash deposits made from time to time by the general public with the banks, that is known as the scheduled commercial banks generate credit money. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് കിട്ടുമ്പോൾ ആ ഡെപ്പോസിറ്റിന്റെ അടിസ്ഥാനത്തിൽ, സോ ഹയർ ദ ഡെപ്പോസിറ്റ് മോർ ദ കപ്പാസിറ്റി ഓഫ് ദ ബാങ്ക് ടു ക്രിയേറ്റ് മോർ മണി. ഇപ്പൊ ഡെപ്പോസിറ്റ് കൂടുന്തോറും അവർക്ക് മണി ക്രിയേഷൻ, അവർക്ക് പിന്നെ ഇത് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് മണി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പ്രൊപ്പോർഷൻ ടു ദ മൾട്ടിപ്പിൾ ഓഫ് ക്യാഷ് ഡെപ്പോസിറ്റ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ ദാറ്റ് ഈസ് ഹെൽഡ് ബൈ ദം. അപ്പോ രണ്ടാണ് ഈ CRR, ക്യാഷ് റിസർവ് റേഷ്യോയും ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയറും. അത് ദേ ആർ ആക്ച്വലി പിന്നെ എന്താണ്, ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ഒരെണ്ണം കൂടുമ്പോൾ മറ്റത് കുറയും, മറ്റത് കുറയുമ്പോൾ ഒരെണ്ണം കൂടുകയും ചെയ്യും. ദാറ്റ് ഈസ് ലോവർ ഹയർ ദ CRR. ഇപ്പൊ ബാങ്ക് പറയണേ നിങ്ങൾ കിട്ടുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ രാജ്യത്തിൽ രൂക്ഷമായിട്ട് നാണയപ്പെരുപ്പം ഉണ്ടെങ്കിൽ ബാങ്ക് പറയണേ നിങ്ങൾക്ക് 100 രൂപ കിട്ടുമ്പോൾ ഓക്കെ 80% നിങ്ങൾ ക്യാഷ് റിസർവ് ആയിട്ട് ഞങ്ങൾക്ക് തരിക, ഇനി പണം കൊടുക്കണ്ട.
രാജ്യത്തിന് പണത്തിന്റെ പിന്നെ തോത് വളരെ കൂടുതലാണ്. ഈ നീനോട്ട് ചിലപ്പോൾ 100% അവർ പറയും ഡോണ്ട് ഗിവ് ലോൺസ്. അല്ലെങ്കിൽ ചില മേഖലയിലോട്ട് പറയും ഇന്ന മേഖലയിലേക്ക് ഇനി ലോൺ കൊടുക്കാൻ പാടില്ല, അതെല്ലാം കൂടുതലായിട്ട് ആ മേഖലയിൽ പണം ഒഴുകണയാണ്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെക്ക് കൊടുത്തിരിക്കുന്നതാണ്, ദാറ്റ് ഈസ് നോൺ ആസ് CRR. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് മൾട്ടിപ്പിൾ. ഇത് രണ്ടും ഇൻവേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഹയർ ദ CRR, ലോവർ വിൽ ബി ദ വാല്യൂ ഓഫ് ദ ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ. ഇപ്പൊ ഡെപ്പോസിറ്റ് CRR കൂട്ടും തോറും ഡെപ്പോസിറ്റിന്റെ മൾട്ടിപ്ലയർ അനുസരിച്ച് അവർക്ക് ലോൺ കൊടുക്കാൻ സാധിക്കില്ല. Therefore, lesser will be the capacity of the banking system to create credit and vice versa. ഇനി M1 നമ്മൾ പറഞ്ഞു ഹൈ പവേർഡ് മണിയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിനെ പറഞ്ഞത് റിസർവ് മണി എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ മോണിറ്ററി ബേസ്, ഇതെല്ലാം പറഞ്ഞതാണ് ഓഫ് ആൻ ഇക്കോണമി. അപ്പൊ ഈ RBIക്ക് വേണമെങ്കിൽ നമുക്ക് they can increase the quantity of high powered money by purchasing security or government debt instruments. ഇപ്പൊ ഗവൺമെന്റ് വേണമെങ്കിൽ ഹൈ പവേർഡ് മണി വേണമെങ്കിൽ സർക്കുലേഷനിൽ വർദ്ധിപ്പിക്കാം. എങ്ങനെയാണ് ഹൈ പവേർഡ് മണി പിന്നെ കപ്പാസിറ്റി ഓഫ് ദ ബാങ്കിങ് സിസ്റ്റം ഇൻ ക്രെഡിറ്റ് ക്രിയേഷന് സഹായിക്കുന്നത്? സപ്പോസ് ദാറ്റ് ദ സൈസ് ഓഫ് ദ ബാങ്കിങ് ഡെപ്പോസിറ്റ് ഈസ് D. അതിന്റെ പിന്നെ ഫോർമുല പറയുന്നതാണ്, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോസ്. വാട്ട് ഈസ് ദിസ് ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോസ്? നമുക്കറിയാം, അപ്പാർട്ട് ഫ്രം ദി നമ്മൾ പറഞ്ഞു M1, M2, M3 ആൻഡ് M4, ഇതാണ് മണി സപ്ലൈ. നമ്മൾ ഇത് കൂടാതെ വിദേശത്ത് നിന്ന് പണം നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിദേശത്ത് നിന്ന് പണം വരും. രണ്ടാമത് ഇഷ്ടം പോലെ ഇന്ത്യൻസ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോറിൻ റെമിറ്റൻസസിൽ കൂടി നമുക്ക് ബോത്ത് ക്യാപിറ്റൽ ഇൻഫ്ലോസ് വരും, അതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസും വരും. എപ്പോഴാണ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ് ഉള്ളത്? ഒന്ന്, വിദേശത്ത് നിന്ന് ആരെങ്കിലും ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കണം. അപ്പൊ ഈ പണം they can repatriate it to their home country. അപ്പൊ അവരുടെ രാജ്യത്തെ ഏത് കറൻസിയാണ് ആ കറൻസിയിൽ കൂടി അവർക്ക് ഈ പണം അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാം. രണ്ടാമതായിട്ട് നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അങ്ങോട്ട് അവരുടെ രാജ്യത്തിലേക്ക് നമ്മുടെ കറൻസി കൊടുക്കണം, അല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കണം. എക്സ്ട്രീം കേസസ് മാത്രമേ ഇന്ത്യൻ റുപ്പി ഇപ്പൊ പിന്നെ എന്തോ ഒരു ഉക്രൈനും റഷ്യ ആയിട്ടുള്ള യുദ്ധം കാരണം റഷ്യക്ക് സാങ്ഷൻ മീൻസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റഷ്യക്ക് മറ്റ് രാജ്യങ്ങളായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെടാനായിട്ട് സാധിക്കൂല. അങ്ങനെ വരുമ്പോൾ അവര് ഇപ്പൊ ഇന്ത്യയായിട്ട് എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയിട്ടുണ്ട്. റഷ്യ പറഞ്ഞിട്ടുണ്ട് വി വിൽ ഗിവ് യു ഓയിൽ അറ്റ് ചീപ്പ് റേറ്റ്. ഇപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വിദേശ നാണയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, യു ഗീവ് അസ് ഇന്ത്യൻ റുപ്പി, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്തിന് ഭാവിയിൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്തിന് സാധനങ്ങൾ മേടിച്ചോളാം. 1950 തൊട്ട് റഷ്യയും ഇന്ത്യയായിട്ട് ഒരു പെർപെച്വൽ ഒരു കരാറുണ്ട്. അതുകൊണ്ടാണ് സോഷ്യലിസ്റ്റിക് മെന്റാലിറ്റി നമ്മുടെ സോഷ്യലിസ്റ്റിക് നമ്മുടെ ഭരണഘടനയിൽ സോഷ്യലിസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു വേർഡും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക്, മനസ്സിലായോ? സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റഷ്യക്കാരനെ പോലെ ചൈനക്കാരനെ പോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, പക്ഷെ സോഷ്യലിസ്റ്റ്. കാരണം വെറെവർ പോസിബിൾ അവർ പറഞ്ഞ എന്താണ്, വി വിൽ ഗോ ഇൻ ഫോർ അഗ്രസീവ് നാഷണലൈസേഷൻ. അന്ന് 1950 പറഞ്ഞ കാര്യമാണ്. വെറെവർ പോസിബിൾ, അതാണ് ഇന്ത്യയുടെ സോഷ്യലിസം. അല്ലാതെ എക്സ്ട്രീം സോഷ്യലിസം ആണ് ഈ പറഞ്ഞ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. വി വിൽ നോട്ട് ഗോ ഇൻ ഫോർ കമ്മ്യൂണിസം. പക്ഷേ നമ്മൾ സോഷ്യലിസം മീൻസ് വെറെവർ പോസിബിൾ വി വിൽ ഗോ ഫോർ. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, അന്ന് വായിച്ച കാര്യമാണ് പറഞ്ഞത്. വി വിൽ ഗോ ഫോർ അഗ്രസീവ് നാഷണലൈസേഷൻ. That is the socialism which the India has accepted. അപ്പൊ നമുക്ക് വിദേശ രാജ്യത്ത് നിന്ന് നമുക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഫോറിൻ കറൻസി അങ്ങോട്ട് കൊടുക്കുകയും വേണം. അത് നമ്മുടെ മണി സപ്ലൈയെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു RBIയുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും നമുക്ക് മനസ്സിലാക്കാം. സപ്പോസ് സിമ്പിൾ വേർഡ്സ്, ഇപ്പൊ ഫോറിൻ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വിദേശ പണം ഇന്ത്യയിലേക്ക് വരികയാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ RBIയുടെ അസറ്റ് സൈഡ് ഗണ്യമായിട്ട് വർദ്ധിക്കും. അസറ്റ് സൈഡ് നമുക്കറിയാം, ഒരു ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഉണ്ട്.
അല്ലെ? അപ്പൊ അസറ്റ് സൈഡിൽ ഇന്ത്യയിലേക്ക് പണം വരുമ്പോൾ RBIയുടെ അസറ്റ് സൈഡ് ഗണ്യമായിട്ട് വർദ്ധിക്കും, ഇൻക്രീസ് ചെയ്യും. അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഗണ്യമായിട്ട് വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യും. ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഡെപ്രീസിയേഷൻ, തേയ്മാൻ എന്ന് പറയും. ഡെപ്രീസിയേഷൻ, തേയ്മാൻ. റുപ്പിയെ സംബന്ധിച്ചത് ഡെപ്രീഷിയേഷൻ, തേയ്മാൻ അല്ല, മണിയുടെ മൂല്യത്തിൽ കുറവ് വരിക, ഡെപ്രീസിയേഷൻ. അതുപോലെ അപ്രീസിയേഷൻ മീൻസ് മണിയുടെ മൂല്യത്തിൽ വർധനവ് വരിക. അപ്പൊ ഇന്ത്യയിലേക്ക് ഫോറിൻ ക്യാപിറ്റൽ വരുമ്പോൾ നമ്മൾക്ക് എന്താണ്? അസറ്റ് സൈഡ് ഓഫ് ദ RBI, ബാലൻസ് ഷീറ്റ്, the asset side of the balance sheet of the RBI, there will be an increase. അങ്ങനെ വരുമ്പോൾ this results in appreciation of the rupees. ഇപ്പൊ റുപ്പിയുടെ വാല്യൂ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ RBI issues more domestic currencies. അപ്പൊ ഈ സമയത്ത് പണം വരുമ്പോൾ അത് റുപ്പിയുടെ വാല്യൂ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് എത്ര കണ്ട് ക്യാപിറ്റലാണ് ഫോറിൻ ക്യാപിറ്റൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ അത്രയും കണ്ട് ഡൊമസ്റ്റിക് കറൻസിയും അവർ ഇഷ്യൂ ചെയ്യും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? വിദേശ കറൻസി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കൂടുതൽ അപ്രിസിയേഷൻ നടത്താതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഇഷ്യൂ or RBI issues more domestic currency. അങ്ങനെ വന്നപ്പോൾ ലയബിലിറ്റി സൈഡ്, ദിസ് കോസസ് ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ടു ഇൻക്രീസ്. നേരത്തെ വിദേശ പണം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു RBIയുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് വർദ്ധിപ്പിച്ചു. അപ്പൊ എന്ത് ചെയ്ത്? അത് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് RBI എന്ത് ചെയ്ത്? എന്തുമാത്രം വിദേശ കറൻസിയാണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് അത്രയും അവർ ഡൊമസ്റ്റിക് കറൻസി അവർ ഇഷ്യൂ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ RBIയുടെ ലയബിലിറ്റി സൈഡും യഥാർത്ഥത്തിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇൻ അതർ വേർഡ്സ്, undue appreciation of the rupees. RBI converts the foreign capital inflows in rupee terms and index equivalent domestic currency of money supply, causing the money supply in the economy to increase. അതേപോലെ തന്നെ ലൈക്ക്വൈസ് ഇനി ഔട്ട്ഫ്ലോ വരികയാണ്. ഇന്ത്യയിൽ നിന്ന് ഔട്ട്ഫ്ലോ, നമ്മൾ രണ്ട് കാര്യങ്ങളും പ്രധാനമായിട്ട് നമ്മൾ മറ്റ് രാജ്യത്ത് ഇറക്കുമതി ചെയ്യുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഫോറിൻ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ വരുന്നത്. അപ്പൊ ഔട്ട്ഫ്ലോ വരുമ്പോൾ എന്ത് ചെയ്യും? വൺസ് അഗെയിൻ ലൈക്ക്വൈസ് അല്ലെ, ഔട്ട്ഫ്ലോ വരികയാണ്. The liability side of the RBI balance sheet അവിടെ ഡിക്രീസ് ചെയ്യും. ഔട്ട്ഫ്ലോ നടക്കുകയാണ്. അപ്പൊ ലയബിലിറ്റി സൈഡിൽ നിന്ന് യഥാർത്ഥത്തിൽ ഡിക്രീസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ അപ്രീസിയേഷൻ ഇല്ല, റുപ്പി വിൽ ഗെറ്റ് ഡെപ്രീഷിയേറ്റഡ്. ആൻഡ് വൺസ് അഗെയിൻ ടു സ്റ്റെബിലൈസ് ദ മണി സപ്ലൈ, RBI exchanges rupee for dollars, causing the money supply in the economy to decrease to balance the assets with the liabilities. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ whenever there is a inflow of foreign capital or outflow of foreign capital. Therefore, the mechanism of foreign capital inflows thus virtually forces RBI to infuse more currency, domestic currency into the market. Then foreign investors need rupees to invest in India. അവർക്ക് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ വരുമ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് റുപ്പീസ് വേണം. അപ്പോ ഫോറിൻ കറൻസി ബ്രോട്ട് ബൈ ദോസ് ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ്സ് ദം ഈക്വലന്റ് എമൗണ്ട് ഓഫ് ഇന്ത്യൻ. RBI will give. ആ വിദേശത്ത് നിന്ന് വന്നിരിക്കുന്ന വിദേശ പണം അത്രയും എമൗണ്ട് ആയിട്ട് നമ്മുടെ RBI അവർക്ക് ഇന്ത്യൻ റുപ്പി കൊടുക്കുകയും അങ്ങനെ അതിന്റെ വാല്യൂ ഈക്വലൈസ് ചെയ്യുകയും ചെയ്യും. ദെൻ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് പ്രധാനമായിട്ട് മനസ്സിലായോ? RBI regulates the entire banking system in the money market of India. അപ്പോൾ അതിന് രണ്ട് തരത്തിലുള്ള കൺട്രോളാണ് ബാങ്കിനുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് കൺട്രോൾ, രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് കൺട്രോൾ. ക്വാണ്ടിറ്റേറ്റീവ് കൺട്രോൾ മീൻസ് പ്രധാനമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റെഗുലേഷൻ ഓഫ് എന്താണ്, ഫസ്റ്റ് വൺ ഈസ് ബാങ്ക് റേറ്റ്, രണ്ടാമത്തത് ക്യാഷ് റിസർവ് റേഷ്യോ, മൂന്നാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, നാലാമത്തത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ആൻഡ് ഇത് കൂടാതെ ദീസ് ആർ നോൺ ആസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ്. കാരണം ക്വാണ്ടം ഓഫ് ക്രെഡിറ്റ് നമ്മുടെ രാജ്യത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ബാങ്കിന്റെ പണത്തിന്റെ ക്വാണ്ടം ഓഫ് ദ ക്രെഡിറ്റ് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, കൂട്ടാനോ കുറക്കാനോ സാധിക്കും. അതാണ് പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമുക്ക് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഉണ്ട്.
ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മീൻസ് മൊത്തത്തിലുള്ള പൈസയുടെ തോത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. പക്ഷേ ഏത് മേഖലയിലേക്ക് പണം ഒഴുകണം എന്ന് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു മിനിറ്റ്. ഏത് മേഖലയിലേക്ക് പണം നമുക്ക്, സേ ഫോർ എക്സാമ്പിൾ നമുക്ക് 3 സെക്ടേഴ്സ് ഉണ്ട്. അഗ്രികൾച്ചർ സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് മേഖലയാണ്. അപ്പോൾ ഏത് മേഖലയാണ്? സേ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ഈസ് ലാഗിങ് ബിഹൈൻഡ്. ഇത്രയും പണം നമ്മൾ കൊടുത്തിട്ടും കാർഷിക മേഖലയ്ക്ക് ഇപ്പോഴും ആവശ്യമായിട്ടുള്ള ലോൺ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ RBI പറയും ഒരു കാര്യം ചെയ്യും, ഇനി നിങ്ങൾ ഇത് ചെയ്യണ്ട, ഇനി നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട. കാരണം കാർഷിക മേഖലയ്ക്ക് മാത്രം ഇനി ലോൺ കൊടുത്തേച്ചാൽ മതി, വ്യവസായ മേഖലയ്ക്കും സേവന മേഖലയ്ക്ക് ഇനി ലോൺ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർക്ക് വേണമെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ ക്രെഡിറ്റ് അവർക്ക് വേണമെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്തെല്ലാമാണ് ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആൻഡ് വേരിയിങ് ദ റിസർവ് റേഷ്യോ. ഇനി ക്യാഷ് റിസർവ് ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് നമ്മൾ പറഞ്ഞ ഏതെല്ലാം മേഖലയിൽ കൂടിയാണ്. ഓക്കെ, regulation of money supply is a two-fold process, that is regulating cash circulation and regulating credit. അപ്പോൾ ക്യാഷ് സർക്കുലേഷൻ, ക്യാഷും പിന്നെ ക്രെഡിറ്റ് മീൻസ് വായ്പ സൃഷ്ടി, ഇത് രണ്ടും കുറക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ ഉപയോഗിക്കുന്ന, സെൻട്രൽ ബാങ്ക് ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട മാർഗങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് ബാങ്ക് റേറ്റ്. എന്താണ് ബാങ്ക് റേറ്റ്? ബാങ്ക് റേറ്റ് ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6.75 ആണ്. 6 പോയിന്റ് ഈ വ്യാഴാഴ്ച, ഓക്കെ, കഴിഞ്ഞ വ്യാഴാഴ്ച മോണിറ്ററി പോളിസി പിന്നെ അവരുടെ കമ്മിറ്റിയുടെ തീരുമാനം, അത് നമ്മുടെ എല്ലാ 2 മാസവും മോണിറ്ററി പോളിസി അവർ റിവൈസ് ചെയ്യും. അങ്ങനെ ലേറ്റസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോ റേറ്റ് ആണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ബാങ്ക് റേറ്റ് തന്നെയാണ് ഇപ്പോഴും തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 6.75 ആണ് നമ്മളുടെ ബാങ്ക് റേറ്റ്. അതിന് 2 മാസത്തിന് മുമ്പ് തീരുമാനിച്ച അത്ര തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ദ റേറ്റ്സ് ഹാവ് ബിക്കം റിമെയിൻഡ് അൺചേഞ്ച്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ തന്നെ ഇപ്പോഴും ബാങ്ക് റേറ്റും അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ CRRും ക്യാഷ് റിസർവ് റേഷ്യോയും അതേപോലെ തന്നെ പിന്നെ എന്താണ് ബാങ്ക് റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ ഞാൻ നിങ്ങൾ amount of cash which has to be kept with the RBI to regulate the money supply. That is a cash reserve ratio. Then statutory liquidity ratio. It is that amount of the cash, gold and other non-encumbered securities. മറ്റ് ബാധ്യതയില്ലാത്ത ഈടുകൾ വിച്ച് ഹാസ് ടു ബി കെപ്റ്റ് വിത്ത് ദ ബാങ്ക് ഇറ്റ് സെൽഫ്. RBI ഏത് കൊമേഴ്ഷ്യൽ ബാങ്കാണ് ആ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കൈവശം സ്വന്തമായിട്ട് വെക്കേണ്ട എമൗണ്ട് ആണ് ഈ പറഞ്ഞത്. കാരണം എല്ലാ പ്രാവശ്യവും ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി വരുമ്പോൾ സെൻട്രൽ ബാങ്കിലേക്ക് ഓടാൻ പറ്റൂല. സോ യു ഹാവ് ടു കീപ് ഇറ്റ് വിത്ത് യുവർ സെൽഫ്, some amount of cash. അതിനെ പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ, ബാങ്ക് റേറ്റ്, ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. വാട്ട് ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്? കാരണം whenever ശ്രദ്ധിച്ചോണം, സെൻട്രൽ ബാങ്ക് ജസ്റ്റ് ലൈക്ക് എ ബിസിനസ് മാൻ to control the economy, to maintain the stability in the economy, excess ഇൻഫ്ലേഷനോ എക്സസ് ഡിഫ്ലേഷനോ ഇങ്ങനെ പോകാതിരിക്കാനായിട്ട് ഒരു രാജ്യത്തിന്റെ പ്രൈസ് സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് will go to the open market and purchase and sell government bonds. ഇത് മേടിക്കുന്ന ആളുകളാണ് കമേഴ്ഷ്യൽ ബാങ്കിലും അതേപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളായിരിക്കും അവർ മേടിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ലേ? ലെറ്റ് us suppose that, ശ്രദ്ധിച്ചോളണം, ലെറ്റ് us suppose that നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ബാങ്കിൽ, നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഭയങ്കര നാണയപ്പെരുപ്പാണുള്ളത്. ദാറ്റ് മീൻസ് ബാങ്കിന്റെ കൈവശമുള്ള പണം, എക്സസ് പണം വിഡ്രോ ചെയ്യണം. അപ്പൊ അവരെന്ത് ചെയ്യും? സെൻട്രൽ ബാങ്കുകൾ അവരുടെ കടപ്പത്രങ്ങൾ ഈ ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും വിൽക്കുമ്പോൾ മേടിക്കുന്ന ആള് ബാങ്ക് ആണെങ്കിൽ ബാങ്കിന് കിട്ടുന്നത് ഒരു ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി, വേറെ ഒന്നുമില്ല, ഒരു സ്വർണത്തിന്റെ ഇതായിട്ട് അരിയിലൊക്കെ വെച്ചേക്കുന്ന ഒരു ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി അവർക്ക് കിട്ടും. പക്ഷേ
ആ സെക്യൂരിറ്റിക്ക് എന്തുമാത്രം മൂല്യമുണ്ട് അത്രയും പണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ പണം സെൻട്രൽ ബാങ്കിന്റെ കൈവശം പോയി. ഇപ്പൊ ബാങ്കിൽ നിന്ന് കൈവശത്തിൽ നിന്ന് സെൻട്രൽ ബാങ്കിന്റെ കൈവശം പോയി. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഡെപ്പോസിറ്റ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ബാങ്കുകൾക്ക് വായ്പാ സൃഷ്ടി നടത്താൻ പറ്റുള്ളൂ. ഇത് ഡെപ്പോസിറ്റ് കുറഞ്ഞു പോയി, ബാങ്കിന്റെ വായ്പാ സൃഷ്ടി അതനുസരിച്ച് ഗണ്യമായിട്ട് കുറഞ്ഞു പോവുകയും ചെയ്തു. അത് ഒരു തരം. ഇനി രണ്ടാമത്, രാജ്യത്തിൽ ഇപ്പോൾ നാണയ ചുരുക്കമാണ്. മൊത്തം അൺഎംപ്ലോയ്മെന്റും ദാരിദ്ര്യവും പട്ടിണിയും ദാരിദ്ര്യവും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നോ പ്രൊഡക്ഷൻ, നോ കൺസംപ്ഷൻ, നോ പ്രൊഡക്ഷൻ, നോ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ വരുമ്പോൾ രാജ്യത്തിന്റെ പണ സപ്ലൈ കൂട്ടണം. RBIന്റെയും നേരത്തെ നാണയപ്പെരുപ്പമുണ്ടായ സമയത്ത് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വിറ്റ ബോണ്ടുകളെല്ലാം തിരിച്ചു മേടിക്കുമ്പോൾ ബാങ്കിന് കിട്ടുന്നത് വെറും സർട്ടിഫിക്കറ്റ് മാത്രം. പക്ഷെ ബാങ്ക് കൊടുക്കുന്നത് ആ സർട്ടിഫിക്കറ്റ് പറഞ്ഞ പണം ബാങ്കുകൾ, പിന്നെ RBI ബാങ്കുകൾക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. ബാങ്കിന്റെ ഡെപ്പോസിറ്റിന്റെ ആ തോത് കൂടും. അതിന്റെ അടിസ്ഥാനത്തിൽ CRRന്റെ പോർഷൻ മാറ്റിവെച്ചിട്ട് ബാങ്കിന് എത്ര വേണമെങ്കിലും അതിന്റെ തോതിൽ ബാങ്കിന് പണം കൊടുക്കുകയും ചെയ്യാം. രാജ്യത്തിലെ പണത്തിന്റെ സപ്ലൈ നമുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. പിന്നെ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് റേഷനിങ് ഉണ്ട്, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഉണ്ട്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ്, മോറൽ സുവേഷൻ, ഇതെല്ലാം ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് റേഷനിങ് മീൻസ് നമുക്ക് എപ്പോഴാണ് റേഷൻ വരുന്നത്? ക്ഷാമമുള്ള സമയത്താണ് റേഷനിങ് വരുന്നത്. എല്ലാവർക്കും പൊതു മാർക്കറ്റിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ പറ്റാത്ത സമയത്ത് അവരെന്ത് ചെയ്യും? ഉള്ള സാധനങ്ങൾ എല്ലാവർക്കും എന്ത് ചെയ്തു? റേഷൻ ചെയ്ത് കൊടുക്കും, വീതിച്ചു കൊടുക്കും. അപ്പൊ ആർക്കും പണമില്ലാത്തത് കൊണ്ട് പൊതു മാർക്കറ്റിൽ നിന്നും കിട്ടാതിരിക്കില്ല, എല്ലാവർക്കും കിട്ടും. അവരുടെ ഇതനുസരിച്ച് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അത് നമ്മുടെ റേഷൻ. അപ്പൊ ഉള്ള പണം ആദ്യം വന്ന ആൾക്ക് തന്നെ കൊടുക്കാതെ റേഷൻ ചെയ്യുക. കാർഷിക മേഖലയ്ക്ക് 30%, വ്യവസായ മേഖലയ്ക്ക് 10%, ബാക്കി 60% സേവന മേഖലയ്ക്ക്. അതാണ് പറഞ്ഞാൽ റേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തത് എന്താണ് റേഷനിങ് പറയുന്നത്? സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. സെലക്റ്റീവ് മീൻസ് ചില മേഖലയിൽ ഇതും ഈ റേഷനിങ് ക്രെഡിറ്റ് ഇതുപോലെ തന്നെ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മീൻസ് ചില മേഖലയ്ക്ക് ലോൺ കൊടുക്കുകയോ മറ്റു മേഖലയ്ക്ക് ലോൺ കൊടുക്കാതിരിക്കുകയോ അങ്ങനെ. നമ്മുടെ ഇത് ക്വാണ്ടം ഓഫ് ക്രെഡിറ്റിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല ഇതിനകത്ത്. ദെൻ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ് ആൻഡ് മോറൽ സുവേഷൻ. എന്താണ്? ബാങ്കുകൾ സമയാസമയങ്ങളിൽ ഓരോ ബാങ്ക് RBI സമയാസമയങ്ങളിൽ ഓരോ ബാങ്കുകൾക്കും ചില നിർദ്ദേശങ്ങൾ അടക്കും. ആ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കും. ഈ ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാത്തവര്, ബാങ്കുകളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ തോന്നുന്ന രീതിയിൽ കൂടി അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും കാരണവശാൽ ആ ബാങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ RBI പറയും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കില്ല. യു ബെറ്റർ മെർജ് വിത്ത് സം അതർ ബാങ്ക്സ്. നിങ്ങൾക്ക് ഇനി ബാങ്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇതുപോലെ അങ്ങനെ സംഭവിച്ചു. കൊച്ചിൻ ബാങ്ക്, ഇവിടെ മറാൻ ഡ്രൈവിൽ കൂടി പോകുമ്പോൾ അവിടെ ഒരു കൊച്ചിൻ ബാങ്കിന്റെ കെട്ടിടം കാണും. കൊച്ചിൻ ബാങ്കിന് ഇത് സംഭവിച്ചു. കാരണം എന്താണ്? അവർ ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല. ആൻഡ് ദേ വർ ഫോഴ്സ്ഡ് ടു പിന്നെ മെർജ് വിത്ത്. ഇപ്പൊ എന്താണ് ഇപ്പൊ കൊച്ചിൻ ബാങ്കിന്റെ ബിൽഡിംഗ് ഇപ്പൊ എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മനസ്സിലായോ? അതാണ് ഈ പറഞ്ഞത് റെഗുലേഷൻ. ഇനി അടുത്തത് റിസർവ് റേഷ്യോ. നമുക്കറിയാലോ റിസർവ് റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ. ഇതാണ് അണ്ടർ ദിസ് പോളിസി ക്യാഷ് റിസർവ് റിക്വയർമെന്റ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു കീപ് എ സർട്ടൻ ഫ്രാക്ഷൻ ഓഫ് ദെയർ aggregate deposits in the form of liquid cash with the RBI. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. SLR with the bank itself, not with the RBI. Okay. If CRR is 20%, the value of deposit multiplier is 5%. Then അതുപോലെ തന്നെ SLR. എന്താണ് SLR? SLR is the fraction of the cash in hands of the banks after meeting the CRR obligations. ഇപ്പൊ CRR കൊടുത്തതിന് ശേഷം ഇപ്പൊ നമ്മൾ കൊണ്ട് 100 രൂപ കൊണ്ട് ബാങ്കിൽ കൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ 100 രൂപയും ഒരു ബാങ്കിനും അതേപോലെ തന്നെ 100 രൂപയായിട്ട് ലോൺ കൊടുക്കാൻ പറ്റൂല. അതിന് കുറച്ച് പൈസ റിസർവ് ആയിട്ട് RBIയിൽ കൊടുക്കണം, കുറച്ച് പൈസ സ്വന്തം ബാങ്കിൽ ആളുകൾ. കാരണം ഡെപ്പോസിറ്റ് ചെയ്യാൻ ആളുകൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. അതുപോലെ ലോൺ പിന്നെ ഡെപ്പോസിറ്റ് പിൻവലിക്കാനായിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ ലിക്വിഡിറ്റി ബാങ്കിന്റെ കൈവശം വെക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്,
ബാങ്ക് പറഞ്ഞാൽ ഇത് മറ്റേ ആളുകളുടെ പണമാണ്, അത് കാരണം ഞാൻ ഈ പൈസ കൊണ്ട് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിന് ലാഭം ഉണ്ടാവില്ല. സോ ഹയർ ദ ലിക്വിഡിറ്റി, അതായത് എപ്പോൾ വേണമെങ്കിലും ബാങ്കിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കാം. അപ്പൊ ഹയർ ദ ലിക്വിഡിറ്റി, ലോവർ വിൽ ബി ദ പ്രോഫിറ്റബിലിറ്റി. അപ്പൊ ലിക്വിഡിറ്റി നഷ്ടപ്പെടുത്തണം. ബാങ്കുകൾ മറ്റ് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുമ്പോൾ ആ ബാങ്കിന്റെ ലിക്വിഡിറ്റി നഷ്ടമായി. ഇനി അയാൾ തിരിച്ചു തരുമ്പോഴേ ബാങ്കിന് ലോൺ ആ പൈസ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും നാൾ ലിക്വിഡിറ്റി ബാങ്കിന്റെ കൈവശത്തിൽ നഷ്ടപ്പെട്ടു. അപ്പൊ ഹയർ ദ ലിക്വിഡിറ്റി, ലോവർ ദ പ്രോഫിറ്റബിലിറ്റി, ലോവർ ദ ലിക്വിഡിറ്റി, ഹയർ ദ പ്രോഫിറ്റബിലിറ്റി. അപ്പൊ SLR അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് ദ ക്യാഷ് ഇൻ ഹാൻഡ്സ് ഓഫ് ദ ബാങ്ക്സ് ആഫ്റ്റർ മീറ്റിംഗ് ദ CRR. അതുപോലെ നമ്മൾ CRR ഈസ് ദ പ്രൈമറി റിസർവ് റിക്വയർമെന്റ്, SLR ഈസ് ദ സെക്കൻഡറി റിസർവ് റിക്വയർമെന്റ്. ഇതിന് അപ്പൊ SLR ഏതെല്ലാം ഫോമിലായിരിക്കണം? ഒന്നില്ലെങ്കിൽ ക്യാഷിന്റെ രൂപത്തിൽ ബാങ്കിൽ വെച്ചേക്കണം, അല്ലെങ്കിൽ ഗോൾഡ്, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓർ എനി അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റി. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റും, പ്രൈമറി സെക്യൂരിറ്റി ആക്കാനായിട്ട് പറ്റാവുന്ന സാധനങ്ങളാണ്. അപ്പൊ അതായിട്ട് ക്യാഷ് തന്നെ കൈവശം വെക്കണമെന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇറ്റ് ഈസ് എ നോ ഇൻകം ഏണിംഗ് അസറ്റ്. ഒരു 100 രൂപയുടെ നോട്ട് നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾ ഇടുക. ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 100 രൂപ നോട്ട് ആ 100 രൂപയുടെ നോട്ട് തന്നെ ഇരിക്കും. ഒരു പൈസ അതിനകത്ത് ഇൻക്രീസ് ചെയ്ത് ഒരു പൈസ കുറയില്ല. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞാൽ ബാരൻ അസറ്റ്. ബാരൻ മീൻസ് മനസ്സിലായോ? ഒന്നും യങ്ങർ വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാത്തത്. നമ്മൾ മലയാളത്തിലൊക്കെ മച്ചി എന്ന് പറയും. അതായത് കുട്ടികൾ ഉണ്ടാകാത്ത മൃഗങ്ങളെ ഇതിനൊക്കെ പറഞ്ഞു, മനുഷ്യരെയോ ഗേൾസിനെയൊക്കെ നമ്മൾ പറയും ഇറ്റ്സ് എ ബാരൻ ആണ്. ബാരൻ മീൻസ് ഷീ ഹാസ് നോട്ട് ഗിവൺ ബർത്ത് ടു എനി ചൈൽഡ്. ബാരൻ അസറ്റ് ആണ്. മരുഭൂമിയിൽ ഒന്നുമില്ല, ബാരൻ ആയിട്ട് കിടക്കണം. ബാരൻ അസറ്റ് മീൻസ് അൻ അസറ്റ് വിച്ച് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ഇൻകം. ഇപ്പൊ ക്യാഷ് ഒരു ബാരൻ അസറ്റ് ആണ്. അപ്പൊ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്പോസിറ്റുകാർക്ക് അവർ മാസം അവർ പലിശ മേടിക്കാൻ വരുമ്പോൾ പലിശ കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? ബാങ്ക് എന്ത് ചെയ്ത് കുറച്ച് പൈസ വെക്കും, പിന്നെ കുറച്ച് ഗോൾഡായിട്ട് വെക്കും. ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് ഗോൾഡ് കൊണ്ട് മറ്റൊരു ബാങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ട് വെച്ച് അവർക്ക് പൈസ ആക്കാം. അതാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. നാളെ വൈകുന്നേരം ഒരു 5 മണി വരെ ബാങ്ക് ഉണ്ടെങ്കിൽ 4:30 മണിക്കൂറിന് എനിക്കൊരു 20 ലക്ഷം രൂപ തന്നെ എന്ന് പറയാം. അതൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു നേരത്തെ തന്നെ ഒരു സൂചന കൊടുക്കണം. ഞാൻ ഇന്ന ആളാണ്, ഇന്ന അക്കൗണ്ട് നമ്പറാണ്, എനിക്ക് ഇത്രയും പൈസ വേണം, ഞാൻ ഇന്ന സമയത്ത് വേണം. അപ്പൊ അവർ എവിടെന്നെങ്കിലും പൈസ എടുത്ത് വെച്ചേക്കും. അതായത് ബാങ്ക് അടക്കാൻ പോകുന്ന സമയത്ത് ഓരോ ബാങ്കിന് ഇത്ര രൂപ മാത്രമേ കൈവശം വെക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്തോടെ എനിക്ക് 30 ലക്ഷം രൂപയോടൊന്നും പറഞ്ഞ് വൈകുന്നേരം 4:30 മണിക്ക് എന്ന് പറഞ്ഞാൽ അവർ തരില്ല. ആ പേരും കൊണ്ട് ബാങ്കിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൈ കൊത്തിയിട്ട് എല്ലാവരും വിളിച്ചിട്ട് ഇത് കേട്ടോ ഈ ബാങ്ക് പൊളിയാൻ പോടെ, ഞാൻ ചെന്ന് കാശ് ചോദിച്ചിട്ട് തരുന്നില്ല എന്ന് പറഞ്ഞാൽ മടയത്തരമാണ് ഇതെല്ലാം. ഓക്കെ, ഇനി അടുത്തത് ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് ഇന്ന് ദ റേറ്റ് അറ്റ് വിച്ച് RBI ബൈ ബാക്ക് ദ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി. അതായത് എന്താണ്? The bank rate is the rate at which the central bank discounts and rediscounts eligible bills of exchange. ഇതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് കാലാവധി തീരുന്നതിന് മുമ്പ് വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി, കച്ചവടക്കാരനും ഹോൾസെല്ലറും റീറ്റെയിലറായിട്ട് ഒരു കച്ചവട കരാറിൽ ഏർപ്പെടുന്നതിനെ പറഞ്ഞത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. അത് 3 മാസത്തേക്ക് 6 മാസത്തേക്ക് ചിലപ്പോൾ കാലാവധി തീരുന്നതിന് മുമ്പ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഏതെങ്കിലും ബാങ്കിൽ ചെന്നിട്ട് അത് ചിലപ്പോൾ മാറിയെടുക്കും. അപ്പൊ ബാങ്കിന്റെ പിന്നെ ഉത്തരവാദിത്വം ഈ പൈസ ആരുടെ അടുത്തുനിന്ന് മേടിക്കണോ ഉത്തരവാദിത്വം ബാങ്കിനാണ്. ബാങ്ക് വിൽ ഗെറ്റ് സം കമ്മീഷൻ. ഇപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അപ്പൊ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കൈവശം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഒരു എന്താണ് അവർക്കൊരു ആസ്തിയാണ്. അപ്പൊ അവര് പണമില്ല എന്നല്ല, അവര് മറ്റു മേഖലയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആസ്തിയാണ്. ഈ ആസ്തി പണമാക്കി RBI കൊടുക്കും. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ RBI കൊണ്ടുപോയി അവര് എക്സ്ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ RBI ബൈ ബാക്സ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്സ്, ഓർ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ലോൺസ് ആൻഡ് അഡ്വാൻസ് ആർ എക്സ്റ്റെൻഡഡ് ടു ബാങ്ക്സ്. ബാങ്കുകൾക്ക് RBI കൊടുക്കുന്ന എന്താണ് പറഞ്ഞത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇനി റിപ്പോ റേറ്റ്. Okay, when RBI raises the bank rate, banks and financial institutions also increase their lending rates. But bank rate വർദ്ധിക്കും. ബാങ്ക് റേറ്റിന്റെ റോൾ എന്താണ്? ബാങ്ക് റേറ്റ് വർദ്ധിക്കുമ്പോൾ
മറ്റ് സമകാലമായിട്ടുള്ള മറ്റ് ഇൻട്രസ്റ്റ് റേറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കും. അപ്പോൾ ലോണിന്റെ റേറ്റും അതനുസരിച്ച് വർദ്ധിക്കും. ലോണിന്റെ റേറ്റ് കടം എടുക്കുന്നതിന്റെ റേറ്റ് കൂടുമ്പോൾ പല ബിസിനസ്സുകാർ പലവരും ലോൺ എടുക്കാനായിട്ട് അവർ മടിക്കും. കാരണം അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ളപ്പോൾ പൈസ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടം വരും, അവർക്ക് ഉദ്ദേശിക്കുന്ന ലാഭം കിട്ടൂല. അപ്പൊ ബാങ്ക് റേറ്റ് കൂടുമ്പോൾ ബാങ്ക് റേറ്റിന്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട റോൾ എന്താണ് അല്ലേ? ഒരു രാജ്യത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് കൂട്ടും. ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ മറ്റ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റുകൾ അതനുസരിച്ച് കൂട്ടും. ഹൗസ് ലോണിന്റെ റേറ്റും ഇൻട്രസ്റ്റ് റേറ്റ്, ലോണിന്റെ റേറ്റ് ഒക്കെ കൂടും. അങ്ങനെ പലവരും ഇത്രയും ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ബിസിനസ് ആക്ടിവിറ്റീസ് കുറയും. മനസ്സിലായോ? പണത്തിന്റെ സപ്ലൈ, ഡിമാൻഡ് കുറയും, ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഇങ്ങനെ പണത്തിന്റെ സപ്ലൈ അവർക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ഇനി റിപ്പോ ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് ആണ് 6.5 ആണ്. കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് RBIയുടെ ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് ആണ് 6.5. ബാങ്ക് റേറ്റ് 6.75. ഇനി എന്താണ് വ്യത്യാസം? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും എന്താണ്? അതായത് റിപ്പോ റേറ്റ് ബാങ്കുകൾ ലോൺ കൊടുക്കുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി സപ്പോർട്ടഡ് ബൈ സം സെക്യൂരിറ്റീസ്. നേരെ മറിച്ച് ബാങ്ക് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ലോൺ കൊടുക്കുമ്പോൾ നോ കൊളാറ്ററൽ സെക്യൂരിറ്റി, മറ്റ് ഏതെങ്കിലും അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും ചിലപ്പോൾ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടോ എന്തെങ്കിലും ഫെസിലിറ്റീസ് ആയിട്ടും ആയിരിക്കും ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. റിപ്പോ റേറ്റ് is the rate at which RBI lends money to the commercial banks for any shortfall in their funds. ഇത് പ്രധാനമായിട്ട് ഷോർട്ട് ടേമിൽ ഏതെങ്കിലും ബാങ്കുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ ആ ബാങ്കിന്റെ ഷോർട്ട് ടേമിന്, സേ ഫോർ എക്സാമ്പിൾ 1 day or 2 days or within 1 year ഷോർട്ട് ടേമിൽ കൊടുക്കുന്ന, ദസ് ഇസ് എ ഷോർട്ട് ടേം ലെൻഡിങ് റേറ്റ് ഓഫ് ദി RBI. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? ചിലപ്പോൾ റിപ്പോ റേറ്റ് ഈസ് എ ടൂൾ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ഇൻ ദ ഷോർട്ട് റൺ. ഞാൻ പറഞ്ഞു RBI frequently use റിപ്പോ റേറ്റ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. റിപ്പോ റേറ്റ് കൂടുമ്പോൾ RBI increases the cost of lending. അങ്ങനെ റിവേഴ്സ് റിപ്പോ റേറ്റ്. വാട്ട് ഈസ് റിവേഴ്സ് റിപ്പോ റേറ്റ്? ഇത് ഓപ്പോസിറ്റ് ഓഫ് റിപ്പോ റേറ്റ് ആണ്. ചില സമയത്ത് ഡെപ്പോസിറ്റുകൾ ബാങ്കിൽ വന്ന് ഇങ്ങനെ കുമിഞ്ഞു കൂടും. ലോൺ എടുക്കാനായിട്ട് ആരും വരുന്നില്ല. ബാങ്കിന് ലോൺ എടുക്കാൻ ആരെങ്കിലും വന്നാൽ മാത്രമേ ബാങ്കിന് ലാഭം ഉണ്ടാവുള്ളൂ. ഓരോ ടേമിൽ ഓരോ 3 മാസവും ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് പബ്ലിഷ് ചെയ്യണം. ആ പബ്ലിഷ് ചെയ്യുമ്പോൾ ബാങ്ക് നഷ്ടമാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ബാങ്കിന്റെ മൂല്യം, ഷെയറിന്റെ മൂല്യം പട്ടാക്കുന്നുണ്ട് താഴോട്ട് പോകും. ഇതെല്ലാം നോക്കണം അല്ലേ? നല്ല സാലറി കൊടുക്കണം, സാലറി ആൻഡ് പെർക്സ് കൊടുക്കണം, പെർക്വിസിറ്റ്സ് കൊടുക്കണം തൊഴിലാളികൾക്ക്. ഇത് കൂടാതെ ലാഭം ഉണ്ടാക്കണം. ഇതെല്ലാം ബാങ്കിന്റെ വലിയ പ്രവർത്തനങ്ങൾ. ഇതെല്ലാം ബാങ്കിന് ലാഭമില്ലെങ്കിൽ ബാങ്ക് താഴേക്ക് പോകും. ലോൺ കൂടുതൽ കൊടുത്താൽ മാത്രമേ കൂടുതൽ ലാഭം ഉണ്ടാവുള്ളൂ. പക്ഷേ കൂടുതൽ ലോൺ കൊടുക്കുന്തോറും ലിക്വിഡിറ്റി കുറയും, കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ എപ്പോഴാണ് അവരുടെ കയ്യിൽ ചിലപ്പോൾ പണം കൂടുമ്പോൾ, ഈ പണം ഞാൻ പറഞ്ഞത് ഇറ്റ് ഇസ് എ ബാരൻ അസറ്റ്, നോ ഇൻകം ഏണിംഗ് അസറ്റ് ആണ്. അപ്പൊ ഈ പണം കൊണ്ടുപോയി RBIയിൽ കൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൊടുക്കും. ആ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇറ്റ് ഈസ് ഇപ്പൊ അറ്റ് പ്രസന്റ് ഇറ്റ് ഈസ് 3.35%. അതായത് RBIയുടെ ഡെപ്പോസിറ്റ് റേറ്റ് ആണ്. RBIയിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ മറ്റ് ബാങ്കുകളെ കൊണ്ട് പണം കൊണ്ട് നിക്ഷേപിക്കും. അവരുടെ എക്സസ് ഇരിക്കുന്ന പണം കൊണ്ട് നിക്ഷേപിക്കാം. അപ്പോൾ കൊടുക്കുന്ന അവരുടെ ഡെപ്പോസിറ്റ് റേറ്റ് ആണ് ഇപ്പോഴത്തെ 3.35 റേറ്റ്. ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കാരണം എല്ലാ 2 മാസവും ഇവർ റിവൈസ് ചെയ്യും. ഇപ്പൊ ഇവൻ ഇന്ന് രാവിലെ എനിക്കൊണ്ട് 10 മണിക്കാണെന്ന് തോന്നുന്നു. ഇന്ന് അതായത് നമ്മളെ രാത്രി ആവുമ്പോൾ അവർക്ക് പകലാവും. ഇന്ന് രാത്രിയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇക്കോണമി ആയിട്ടുള്ള അമേരിക്കൻ ഇക്കോണമിയുടെ ഫെഡിന്റെ തീരുമാനം. എല്ലാവരും വിചാരിക്കുക. കാരണം നമ്മുടെ ഈ കൊറോണ വന്നതിന് ശേഷം രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പലതും തന്നെ താറുമാറായിപ്പോയി. പക്ഷെ നമ്മളെ സംബന്ധിച്ച ഇന്ത്യ അവിടെ റെസിലിയൻസ്, അത് മറക്കരുത്. റെസിലിയൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദ പവർ ഓഫ് ദ ഇക്കോണമി ടു കം ബാക്ക് ടു ദ നോർമൽ ലെവൽ. എന്തെങ്കിലും ഇതിനെക്കാട്ടും വലിയ വരൾച്ച ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ യുദ്ധങ്ങൾ നേരിട്ടുണ്ട്. പക്ഷേ 1-2 വർഷം കഴിയുമ്പോൾ ഇന്ത്യ പഴയ പോലെ തന്നെ ആ മോളിൽ തന്നെ വന്നിരിക്കും. മറ്റു ഒരു രാജ്യത്തിനും ഇല്ലാത്ത റെസിലിയൻസ് പവർ ഇന്ത്യക്ക്.
ഇന്ത്യ ഇപ്പൊ ഒരു സാമ്പത്തികമായിട്ട് ഇപ്പൊ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഇക്കോണമിയാണ്. മനസ്സിലായോ? അമേരിക്കയിൽ ഈ ഇടയ്ക്ക് 3 ബാങ്കുകൾ പൊളിഞ്ഞുപോയി. 2008 ഇതുപോലെ തന്നെ ആദ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പല ലേമൻ ബ്രദേഴ്സ് അതുപോലെ തന്നെ ബാങ്കുകളൊക്കെ പൊളിഞ്ഞുപോയി, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളൊക്കെ പൊളിഞ്ഞുപോയി. ഇവിടെ ഒരു ബാങ്ക് പോലും പൊളിഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മളുടെ RBI ഈസ് വെരി സ്ട്രോങ് ഇൻ ദ റെഗുലേഷൻ ഓഫ് ദ കമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇപ്പൊ ഈ ഇടയ്ക്ക് 3 ബാങ്കുകൾ അത് മാത്രമല്ല, ഇത്രയും വലിയ റിച്ചസ്റ്റ് രാജ്യമായിട്ടുള്ള USA അവരുടെ ട്രഷറി അടക്കാൻ പോയി, അവരുടെ ഖജനാവ് അടക്കാൻ പോയി. ദാറ്റ് മീൻസ് ദ എക്കോണമി അമേരിക്കൻ ഇക്കോണമി വിൽ കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. ഒരു പൈസ പോലും ചെലവാക്കാൻ പറ്റൂല, ഒരു പൈസ എടുക്കാതെ ഒരു പൈസ ചെലവാക്കാനേ പറ്റൂല. അങ്ങനത്തെ പ്രതിസന്ധിയിൽ കാലഘട്ടത്തിൽ പോലും കഴിഞ്ഞ ആഴ്ചയാണ് അതിൽ നിന്ന് പിന്നെ എല്ലാവരും കൂടി ഒത്തുകൂടി തൽക്കാലത്തേക്ക് ഇങ്ങനെ പോകേണ്ട ടെമ്പററി റിലീഫ് കൊടുത്തിരിക്കുന്നു. പറഞ്ഞ മനസ്സിലായ? അപ്പോ നമ്മളുടെ റിവേഴ്സ് റിപ്പോ റേറ്റ് മീൻസ് ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റിന്റെ റേറ്റ് ആണ്. ദെൻ ഇത് കൂടാതെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഞാൻ പറഞ്ഞു. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്? സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ബാങ്കുകൾ പർച്ചേസ് സെക്യൂരിറ്റീസ് ഫ്രം ദ RBI, their cash reserve ratio decreases. അല്ലെ? ബാങ്ക് RBIയിൽ നിന്ന് പിന്നെ ബോണ്ടുകളൊക്കെ മേടിക്കുമ്പോൾ അവരുടെ റിസർവ്, അവരുടെ കൈവശമുള്ള പണത്തിന്റെ തോത് ഡിക്രീസ് ചെയ്യുന്നു. പണത്തിന്റെ തോത് ഡിക്രീസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് മാത്രമേ അവർക്ക് ലോൺ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, സെയിൽ ആൻഡ് പർച്ചേസ്. അപ്പോൾ നാണയപ്പെരുപ്പം രൂക്ഷമായിട്ട് നിൽക്കുന്ന സമയത്ത് RBI അവരുടെ ബോണ്ട് കടപ്പത്രങ്ങൾ വിൽക്കുമ്പോൾ ബാങ്കുകൾക്ക് കിട്ടുന്നത് വെറും ഒരു കടലാസ് കഷണം. പക്ഷെ ബാങ്കുകൾ തിരിച്ച് RBIക്ക് കൊടുക്കേണ്ടത് ദി എമൗണ്ട് ഓഫ് മണി ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദാറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പൊ അത്രയും പണം സർക്കുലേഷനിൽ നിന്ന് RBIയുടെ കയ്യിലോട്ട് മാറും. നേരെ മറിച്ച് ഡിഫ്ലേഷൻ ഉണ്ട്, അല്ലെ? ഓവറോൾ ഗ്ലൂം ഉണ്ട്, ഒരു പ്രൊഡക്ഷനും ഇല്ല, പിന്നെ പട്ടിണിയും ദാരിദ്ര്യവും നിക്ഷേപവും ഇല്ല, കൺസംഷൻ ഇല്ല. ആ സമയത്ത് ബാങ്കുകൾക്ക് RBIക്ക് പണത്തിന്റെ തോത് വർദ്ധിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ എന്ത് ചെയ്യും? അപ്പൊ തിരിച്ച് ഇതെല്ലാം തിരിച്ചു കടം മേടിക്കും, സർട്ടിഫിക്കറ്റ് ഒക്കെ തിരിച്ചു മേടിക്കും. തിരിച്ച് ബാങ്കുകൾക്ക് കൊടുക്കുന്നത് പണമാണ്. അവരുടെ റിസർവ് അതനുസരിച്ച് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ 16 പേജാണ് എടുത്തത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിക്ക് ചില പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, the process through which the monetary policy affects the different sectors in the economy is known as monetary transmission mechanism. മറക്കരുത്. മനസ്സിലായോ? The process through which monetary policy വിവിധ മേഖലയിൽ, ഒരു രാജ്യത്തിന്റെ ഏതെല്ലാം മേഖലയുടെ ആ മേഖലയിലേക്ക് മോണിറ്ററി പോളിസിയിൽ കൂടി അവര് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ പറഞ്ഞത് മോണിറ്ററി ട്രാൻസ്മിഷൻ മെക്കാനിസം. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്? മണി ഈസ് ന്യൂട്രൽ ഇൻ ഇറ്റ്സ് ഇഫക്ട് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഡിമാൻഡ് ആൻഡ് GDP. മനസ്സിലായോ? It works on the fundamental principle that money is not neutral. പണം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പണം മൾട്ടിപ്ലയർ ഇഫക്റ്റ് നിങ്ങൾ പഠിച്ചതാണ്. ഇറ്റ് വിൽ ഗോ ടു ഡിഫറെന്റ് ഏരിയാസ്. മനസ്സിലായോ? ഒരാൾ ലോൺ എടുത്ത് ഒരു 1 ലക്ഷം രൂപ ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുമ്പോൾ അത് ഏതെല്ലാം മേഖലയിലോട്ടാണ് ആ പണം പോകുന്നത്? അവര് ഈ പൈസ വെച്ചിരിക്കണം. ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കിയാൽ മനസ്സിലായോ? ആദ്യം തന്നെ നമ്മൾ കല്ല് മേടിക്കണം, മണ്ണ് മേടിക്കണം, കരിങ്കല്ല് മേടിക്കണം. ഇതൊക്കെ നമ്മൾ കെട്ടുമ്പോൾ ഇതെല്ലാം ഈ ഏജൻസികളിലൊക്കെ ഈ പണം പോകുന്നത്. ഈ കരിങ്കല്ല് മേടിക്കുന്ന ഏജൻസി അവർ ഈ പണം വെറുതെ വെച്ചേക്കുന്നില്ല. അവർക്ക് വേറെ എന്തെങ്കിലും റോ മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പൊ ഈ പണം, ദ സർക്കുലേഷൻ ഓഫ് മണി, ദ വെലോസിറ്റി ഓഫ് മണി ഈസ് മച്ച് ഹയർ ദാൻ ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് വി സ്പെൻഡ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദ ഫണ്ടമെന്റൽ ദാറ്റ് money is not keeping neutral in its effect on investment, demand and GDP. പണം സ്പെൻഡ് ചെയ്യുമ്പോൾ GDPയിൽ വ്യത്യാസം വരും, ഡിമാൻഡിൽ വ്യത്യാസം വരും, നിക്ഷേപത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അണ്ടർ ഫ്ലെക്സിബിൾ സപ്ലൈ കണ്ടീഷൻസ്, ബിലോ ഫുൾ എംപ്ലോയ്മെന്റ്, ഒരു രാജ്യത്തിൽ ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ, ഫുൾ എംപ്ലോയ്മെന്റ് മീൻസ് വെൻ ഓൾ ദ റിസോഴ്സസ്, തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്ന മാത്രമല്ല ഫുൾ എംപ്ലോയ്മെന്റ്. ഒരു രാജ്യത്തിലെ എല്ലാ വിഭവങ്ങളും, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ, ഈ 4 വിഭവങ്ങളും ഫുള്ളായിട്ട് എംപ്ലോയ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നത്. എക്സ്പാൻഷൻ ഓഫ് മണി സപ്ലൈ ഓൾവേസ് ഓഗ്മെന്റ്സ് ഇക്കണോമിക്.
ഇപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് എത്തിയതിനു ശേഷം നമ്മുടെ രാജ്യത്തിൽ പണം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദാറ്റ് വിൽ ലീഡ് ടു ദ ഓഗ്മെന്റേഷൻ മീൻസ് ഇൻക്രീസ് ഇൻ ദ ഇക്കണോമിക് ഗ്രോത്ത്. Therefore, അപ്പോൾ effects of changes in the monetary sector gets transmitted into the real sector. Real sector means the economy through the rate of interest. So monetary sector and real sector are യഥാർത്ഥത്തിൽ integrated. But money transmission mechanism works through expansionary as well as contractionary objectives of the monetary policy. എന്താണ് expansionary policy? അപ്പോൾ എങ്ങനെയാണ് എപ്പോഴാണ് ബാങ്കുകൾ എക്സ്പാൻഷനറി പോളിസി? RBI രണ്ട് തരത്തിലുള്ള പോളിസിയാണ്. എക്സ്പാൻഷനറി പോളിസി ഉണ്ട്, കോൺട്രാക്ഷണറി പോളിസി ഉണ്ട്. എന്താണ്? When the demand for currency increases in the economy, the commercial banks approach the RBI with the securities. ഒരു ഇക്കോണമിയിൽ ഇതുപോലെ ഇഷ്ടംപോലെ ആളുകൾ ലോൺ ഉണ്ട്. ഞാൻ ഈ സെക്യൂരിറ്റി മേടിച്ചിട്ടിരിക്കുന്ന കാര്യമില്ല. ഞാൻ അതുകൊണ്ട് ബാങ്കിൽ RBIയിൽ കൊണ്ട് കൊടുക്കും. അവരുടെ അടുത്ത് എനിക്ക് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പണം മേടിക്കും. ഈ പണം ഈ ബാങ്കിൽ വരുമ്പോൾ ഈ പണം ഞാൻ പല മേഖലയിലും ഞാൻ ഇതുപോലെ ലോൺ കൊടുക്കണേണ്. എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും, എനിക്ക് ലാഭം കിട്ടും. മനസ്സിലായോ? ഈ എടുക്കുന്ന ലോണുകളെല്ലാം വിവിധ മേഖലയിൽ കൊണ്ട് നിക്ഷേപം നടത്തണേണ്. അപ്പൊ ഓവറോൾ ഡിമാൻഡ് കൂടും. ഓവറോൾ ഡിമാൻഡ് കൂടുമ്പോൾ നിക്ഷേപം കൂടും. നിക്ഷേപം കൂടുമ്പോൾ വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും. അങ്ങനെ പണത്തിന്റെ സപ്ലൈ, നാണയപ്പെരുപ്പം ഇതെല്ലാം വീണ്ടും തിരിച്ച് യഥാർത്ഥത്തിൽ വരികയും ചെയ്യും. അങ്ങനെയാണ് എക്സ്പാൻഷനറി പോളിസി എന്ന് പറയുന്നത്. നേരെ മറിച്ച് കോൺട്രാക്ഷണറി പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് അത് ഏതെങ്കിലും കാലഘട്ടത്തിൽ RBI വിചാരിക്കുന്നതിന് രാജ്യത്തിലെ ഇപ്പോൾ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷനാണ്, നാണയ ചുരുക്കമാണ്. ഇൻഫ്ലേഷന്റെ നാണയപ്പെരുപ്പത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇൻ ബിറ്റ്വീൻ റിസഷൻ ഉണ്ട്, റിക്കവറി ഉണ്ട്. അത് ബിസിനസ് സൈക്കിൾ നിങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആണ് ഇൻഫ്ലേഷൻ, ഓപ്പോസിറ്റ് ആണ് റിസഷൻ. റിസഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? RBI ആവശ്യത്തിനുള്ള പണമില്ല. മനസ്സിലായോ? ആവശ്യത്തിനുള്ള പണമില്ല. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? എക്സ്പാൻഷനറി പോളിസി നടത്തും. ഇനി ആവശ്യത്തിനുള്ള പണം കൂടുതലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ബാങ്ക് കോൺട്രാക്ഷണറി പോളിസി നടത്തും. അപ്പൊ എക്സ്പാൻഷനറി പോളിസിയും കോൺട്രാക്ഷണറി പോളിസിയും ഏത് വേണമെന്നുള്ളതിൽ ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ലെവൽ ഓഫ് ദി ഇക്കോണമി. ദസ് RBI can alter the money supply of the economy by calibrating the interest rate. Changes in interest rate affect the investment and consumption behavior of both the firms and consumers. For interest rate, when there is an increase in the bank rate, other rates of interest will also increase. കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻസെന്റീവ് ഫോർ ദ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻസെന്റീവ് ഫോർ ദ ഹോം ലോൺ ബയേഴ്സ് ടു മേക്ക് ലോൺ ആൻഡ് ഇൻട്രസ്റ്റ്. വാഹനങ്ങൾ മേടിക്കുന്നവർ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻസെന്റീവ്. അവരൊന്നും മേടിക്കൂല. They will wait for the interest rate to come down. Investment, both firms and consumers, either a rise or a fall in aggregate demand with the consequent impact on GDP and employment. ഇനി അടുത്തത് പ്രൈസ് സ്റ്റെബിലിറ്റി. നമുക്കറിയാം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് മോണിറ്ററി പോളിസീസ് ടു പ്രൊമോട്ട് ഇക്കണോമിക് ആക്ടിവിറ്റീസ് വൈൽ മെയിൻറ്റെയിനിങ് സ്റ്റെബിലിറ്റി ഇൻ പ്രൈസസ്. പ്രൈസ് റൈസ് ഇതുപോലെ മനസ്സിലായോ? വില വർധനവ് കൂടിയാലും വില കൂടിയാലും വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ രാജ്യത്തിൽ അസ്ഥിരതയുണ്ടാവും. മനസ്സിലായോ? വില കുറഞ്ഞിട്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? റിസഷൻ ഉണ്ടാവും. വില കൂടിയിട്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടാവും. അപ്പൊ റിസഷൻ is a business cycle contraction which slows down the economic activities and it adversely affects the real GDP, employment, industrial production and wholesale and retail sales. നമുക്കറിയാലോ in the integrated global economy, booms and recessions originating as part of the world easily spread to other parts. Inflation 2008 US the financial meltdown of 2008 it was actually imported to India. ഇന്ത്യക്ക് ഒരു പങ്കും ഇതിനകത്തില്ല. ഇത് ആദ്യം തുടങ്ങി നമ്മളെ ലേമാൻ ബ്രദേഴ്സ് അതുപോലത്തെ ഹ്യൂജ് ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഫെയിലായി. രാജ്യത്തിന്റെ തരിപ്പണമായി. അപ്പൊ അത് സാവധാനം ഇന്ത്യ മനസ്സിലായോ? പോവർട്ടി എനിവേർ, ശ്രദ്ധിച്ചോട്ടോ, പോവർട്ടി എനിവേർ ഇൻ ദ വേൾഡ് ഈസ് എ ത്രെറ്റ് ടു പ്രോസ്പെരിറ്റി എവരിവെയർ. ദാരിദ്ര്യം ലോകത്തിന്റെ ഏത് മുക്കിലുണ്ടെങ്കിലും അത് സമ്പത്തിനെ, അടുത്തുള്ള രാജ്യങ്ങളുടെ സമ്പത്തിനെ അത് ബാധിക്കും. കാരണം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരുടെ അടുത്ത് പൈസ ഇല്ല, അവർക്ക് ദാരിദ്ര്യമാണ്.
അപ്പോൾ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാർ ഉൽപ്പാദിച്ച ആ കാറും വെച്ച് അവിടെ ഇരിക്കണം. നോബഡി ഡെയർസ് ടു ബൈ. പിന്നെ പ്രോസ്പെരിറ്റി ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ that we should try to share with others less privilege. അല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോവില്ല. ഇപ്പൊ അസീം പ്രേംജിയും ടാറ്റായും അതുപോലെ തന്നെ മറ്റു പോലെ പിന്നെ മസ്കും മറ്റേ പിന്നെ ഇയാള് നമ്മുടെ എന്താണ് മൈക്രോസോഫ്റ്റിന്റെ ആളിലൊക്കെ ഇഷ്ടംപോലെ പണം ദാനധർമ്മം ചെയ്യുന്നേ. കാരണം എന്താണ്? പോവർട്ടി എനിവേർ ഇൻ ദ വേൾഡ്. ദാരിദ്ര്യം എവിടെ ഉണ്ടെങ്കിലും ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു വില ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. മനസ്സിലായോ? ദ പ്രൈസ് സ്റ്റെബിലിറ്റി ഹാസ് ടു ബി മെയിൻറ്റെയിൻ. നമ്മൾ പറഞ്ഞു റിസഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ. അപ്പോൾ ഈ ഗ്ലോബൽ 2008 quickly spread to globally. Hence, one of the added tasks of monetary policy in the new order world is not only to provide adequate cushion, but also to more adaptive or responsive to external. ഇപ്പോൾ എക്സ്റ്റേണൽ ഷോക്ക് വരാതിരിക്കാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, the entire global economy after the recession, after this sporadic ആയിട്ട് വന്ന നമ്മുടെ പാൻഡമിക്കിന് ശേഷം, കൊറോണ അതുപോലെ തന്നെ പാൻഡമിക് വന്നതിന് ശേഷം പല രാജ്യങ്ങളിനകത്ത് കരകയറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ത്യ അതൊക്കെ മറന്നു കളഞ്ഞു. ഇന്ത്യ പഴയതെന്ന് പറഞ്ഞാൽ അവിടെ GDP ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉയർന്നു കഴിഞ്ഞു. ഇപ്പൊ അമേരിക്കൻ ഇക്കോണമി ഈസ് നൗ സ്ലിപ്പിംഗ് ഇൻ ടു റിസഷൻ. അതറിയാം. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ്. മനസ്സിലായോ? ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്ലേഷൻ കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തോട്ട് വരുന്നതിനെ പറഞ്ഞാൽ റിസഷനിലേക്ക് വരും. അതിനുശേഷം പിന്നെ ഡിഫ്ലേഷനിലേക്ക് വരും. അത് ആ താഴ്ന്നു വന്നതിന് ശേഷം പിന്നെ അത് പതുക്കെ പറഞ്ഞ് റിക്കവറിയിലേക്ക് വരും. ഇത് ബിസിനസ് സൈക്കിളിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ അതിന്റെ ഒരു ഭാഗമാണ്. ആദ്യം കാര്യം പൊങ്ങി വരും, പതുക്കെ വന്ന് താഴ്ന്നു വരും, വീണ്ടും പഴയ പൊസിഷനിലെത്തും. ഓക്കെ. ബൂം is a phase of business expansion in which aggregate demand is presently pushed up by the market expectations. ഇതെല്ലാം പറഞ്ഞു. ഇനി എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ്. എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി? ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി. Monetary policy to protect the exchange rate from shocks and the process prevent volatility, that is appreciation or depreciation in the domestic currency from speculative actions. ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. അപ്പോൾ മോണിറ്ററി പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊട്ടക്ട് എക്സ്ചേഞ്ച് റേറ്റ്, ദാറ്റ് ഈസ് ഫ്രം ഷോക്സ്. അത് എക്സ്റ്റേണൽ ഷോക്സ് ആകാം, ഇന്റേണൽ ഷോക്സ് ആകാം. ആൻഡ് ഇൻ ദ പ്രോസസ് പ്രിവെന്റ് വൊളാറ്റിലിറ്റി, ചാഞ്ചാട്ടം, അല്ലെങ്കിൽ അതിനെ പറയുന്നത് അപ്രിസിയേഷൻ, രൂപയുടെ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഡെപ്രിസിയേഷൻ ഇൻ ദ ഡൊമസ്റ്റിക് കറൻസി ഫ്രം സ്പെക്കുലേറ്റീവ്. ദിസ് ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ ഏരിയ ഓഫ് managed floating exchange rate, under which a trade-off exists between exchange rate stability and macroeconomic objectives of unemployment and inflation. ഇത് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് സാഹചര്യത്തിൽ. കാരണം ഫിക്സഡ് ഈ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ മനസ്സിലായി, ഇന്നിപ്പോൾ മറ്റങ്ങനെയല്ല, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അത് ഗവൺമെന്റുകൾ തീരുമാനിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ആക്ച്വലി ബി ഡിറ്റർമിൻഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇപ്പൊ അമേരിക്കൻ ഡോളറിന്റെ എക്സ്ചേഞ്ച് വാല്യൂ ഒരു കാണിക്കും ഇത്ര രൂപ. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി എ റേറ്റ് ദാറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ദ കൺസേൺഡ് ഗവൺമെന്റ്. ഇപ്പൊ അങ്ങനെയല്ല. ഈ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ കണ്ടാ ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ദ റേറ്റ് ടു സ്റ്റെബിലിറ്റി ഓഫ് മാക്രോ speculative. Flexible appreciation. Here the balance needs to be maintained. Monetary policy cannot be an effective tool under the fixed exchange rate and imperfect capital market conditions. But under the condition of a flexible exchange rate, monetary policy has to be very, very vigilant in protecting the exchange rate stability. അതുപോലെ തന്നെ economic growth. അപ്പോൾ ഈസി മോണിറ്ററി പോളിസി ഉണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റെഡ്യൂസിങ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ എക്കോണമി. ഈസി മോണിറ്ററി പോളിസി ഉണ്ട്. അതുപോലെ തന്നെ ടൈറ്റ് മോണിറ്ററി പോളിസി ഉണ്ട്. അപ്പോൾ ഈസി മോണിറ്ററി പോളിസി മീൻസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. കാരണം എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് ആ സമയത്ത് കുറവാണ്. ബോത്ത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, കൺസംഷൻ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യും, ലീഡിങ്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും economy under the assumptions of less than full employment and with the induced capital formation, the economy grows faster. അപ്പോൾ ഈ സമയത്ത് ഇക്കോണമി ഫാസ്റ്റർ ആയിട്ട് മോണിറ്ററി പോളിസി ക്യാൻ ഓൾസോ ക്രിയേറ്റ് ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി എക്സ്പോർട്ട് പ്രൊമോഷൻ, എംപ്ലോയ്മെന്റ് ജനറേഷൻ ആൻഡ് ഇക്വിറ്റി. ദിസ് ഈസ് ഓൾസോ ബൈ ഡിവാല്യൂയിങ് ദ റുപ്പി എക്സ്ചേഞ്ച്.
ഇത്രയുണ്ട്. അടുത്താണ് കേട്ടോ. ബൈ ഡി വാല്യൂ, വാട്ട് ഇസ് ഡി വാല്യൂ? നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ മറ്റു കറൻസികളായിട്ട് വാല്യൂ കുറക്കുക, ഡി വാല്യൂ. എന്ത് ചെയ്യപ്പോൾ എക്സ്പോർട്സ് ബിക്കം അട്രാക്റ്റീവ്, ഇമ്പോർട്ട്സ് ബിക്കം വെരി വെരി കോസ്റ്റ്ലി. അതാണ് ഇതിനകത്ത് പറയുന്നത്.